നമസ്കാരം. ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി അതിപ്രാചീനമായ ഭാരതീയ ചിന്താമണി ശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തമായ 3 മാർഗങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ ചാനലിലൂടെ. ചിന്താമണി യോഗവിദ്യ എന്ന മഹത്തായ യോഗവിദ്യയുടെ 3 വകഭേദങ്ങൾ, 3 ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് ചിന്താമണി മെഡിറ്റേഷൻ എന്നുള്ളതാണ്. ചിന്താമണി ധ്യാനവിദ്യ, ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ, ഏറ്റവും വിശിഷ്ടമായ തലങ്ങളെ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തി, ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന വ്യത്യസ്തമായ ജീവിത അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അതിപ്രാചീനമായ ചിന്താമണി ധ്യാന മാർഗത്തെ കൂടുതൽ നവീകരിച്ച് ചിന്താമണി ധ്യാനവിദ്യ അഥവാ ചിന്താമണി മെഡിറ്റേഷൻ എന്ന പേരിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ചിന്താമണി യോഗവിദ്യ ആണ്. ഈ ചിന്താമണി യോഗ ശാസ്ത്രത്തിൽ അതിപ്രാചീനമായ ഭാരതീയ യോഗവിദ്യയിലെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ചില രാജയോഗ സമ്പ്രദായങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ആ യോഗ വിദ്യയുടെ അവതരണത്തിലും ആധുനിക കാലത്തെ ജീവിത സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആ രാജയോഗ സമ്പ്രദായങ്ങളെ നവീകരിച്ച് അവതരിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ചിന്താമണി യോഗമാർഗം. മൂന്നാമത് ചിന്താമണി തന്ത്രയോഗ. അതിപ്രാചീനമായ ഭാരതീയ തന്ത്രശാസ്ത്രത്തിലെ കുറച്ച് അധികം മാർഗങ്ങളുണ്ട്. ഈ ചിന്താമണി തന്ത്രയോഗയിൽ പ്രാചീനമായ ഭാരതീയ താന്ത്രിക ദർശനത്തിലെ അതിവിശിഷ്ടമായ മാർഗങ്ങളെ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളും ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളുമായി സംയോജിപ്പിച്ച് ഈ ലോകത്തിൽ എങ്ങനെ പ്രായോഗികമായി ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ചിന്താമണി ധ്യാന മാർഗം അഥവാ ചിന്താമണി മെഡിറ്റേഷൻ, ചിന്താമണി യോഗവിദ്യ, അതിൽ തന്നെ അതിസൂക്ഷ്മമായ ചിന്താമണി മന്ത്രവിദ്യ, ചിന്താമണി മന്ത്രയോഗ മെഡിറ്റേഷൻ. ഇനി മൂന്നാമതായിട്ട് ചിന്താമണി തന്ത്രവിദ്യ അഥവാ ചിന്താമണി തന്ത്രയോഗ ഉപാസന. ആദ്യത്തെ ഘട്ടത്തിൽ അതിസൂക്ഷ്മമായ ധ്യാന മാർഗങ്ങളെ ആധുനിക ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിച്ച് അത് അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ മന്ത്രയോഗ ഉപാസനയുടെ ഏറ്റവും നൂതനമായ ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള വേർഷൻ എല്ലാവർക്കും സാധ്യമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. മൂന്നാമത്തേത് താന്ത്രിക അനുഷ്ഠാന പദ്ധതിയിൽ ഒട്ടേറെ അത്യന്ത വിശിഷ്ടമായ കർമ്മകാണ്ഡങ്ങൾ, പൂജ, ഹോമ, കർമ്മ, ക്രിയാമാർഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോന്നും ആധുനിക ജീവിതത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതോരോന്നും പടിപടിയായി അടുത്ത വീഡിയോ മുതൽ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ, മിസ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് അപേക്ഷിക്കുന്നു. കഴിയുന്നത്ര ഷോർട്ടായി, ലഘുവായി ഓരോ ആശയങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത്
നോട്ടിഫിക്കേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.